നമസ്കാരം. മറ്റൊരു വീഡിയോ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ വിവാദമായിരുന്നു ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ മാനേജറിനെ മർദ്ദിച്ചു എന്ന്. അത് പോലീസിൽ കേസ് നിൽക്കുകയാണ്. ആ പോലീസിൽ ശബ്ദരേഖ ഉൾപ്പെടെ ഞാൻ പുറത്തു വിട്ടിരുന്നു. അത് വ്യാജനാണെന്ന് വരെ സംശയിച്ച് ഉണ്ണി മുകുന്ദൻ വന്നിരുന്നു. എനിക്കെതിരെ കേസ് നൽകുമെന്ന് വരെയാണ് പറഞ്ഞത്. അവിടെ ഉണ്ണി മുകുന്ദൻ എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് താരസംഘടന അമ്മയും ഫെഫ്കയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച വെച്ചിരുന്നു. കഴിഞ്ഞ 2-ാം തീയതി വെച്ചിരുന്ന ചർച്ച ഇന്ന് 7-ാം തീയതിയാണ് നടന്നത്. ആ ചർച്ച ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആരംഭിച്ച് 7 മണി വരെ വളരെ നീണ്ട ഒരു ചർച്ചയായിരുന്നു എന്നാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും വലിയ നീണ്ടു നിന്ന ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ താരസംഘടന അമ്മയിൽ നിന്നും ബാബുരാജും ജയൻ ചേർത്തലയും അനന്യയും ജോമോളുമാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ഫെഫ്ക യൂണിയനിൽ നിന്നും ബി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും വർക്കിംഗ് സെക്രട്ടറിയുമായ സോഹൻ സീൻലാലും അതോടൊപ്പം തന്നെ ശുഭുജി സുശീലുമാണ് പങ്കെടുത്തത്. ഇവർ 3 പേരുമായിരുന്നു. അതോടൊപ്പം തന്നെ പരാതിക്കാരായ ഉണ്ണി മുകുന്ദനും ബിബിനും മാനേജർ എന്ന് പറയപ്പെടുന്ന ബിബിനും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. നീണ്ടു നിന്ന ചർച്ചയായിരുന്നു. അത് ഒരുമിച്ചിരുത്തിയും ഒറ്റതിരുന്നുമുള്ള ചർച്ച നടന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണി മുകുന്ദൻ പറഞ്ഞ എല്ലാ വാദവും പൊളിഞ്ഞിരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ വലിയ വാദങ്ങൾ ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു. ആ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ഇത് എൻ്റെ മാനേജർ അല്ല എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു അത് ഇദ്ദേഹത്തിൻ്റെ മാനേജറാണ് എന്ന് ഉറപ്പ്. PR നടത്തിക്കൊണ്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദന് വേണ്ടി നടത്തിയ ആളാണെന്ന് അവൾ പറയുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞത് നടിമാരുടെ പരാതി, ഒരു നടിയുടെ പരാതി ഈ ബിബിനെതിരെ ഉണ്ട്, ഈ മാനേജർക്കെതിരെ ഉണ്ട്, അത് അമ്മയിലും ഫെഫ്കയിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇത് കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നുണ്ട് ബി ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരു പരാതി അമ്മയിലും ഫെഫ്കയിലും നിലവിലില്ല. ഉണ്ണിയുടെ വാദം പൊളിയുന്നു. 2ാമത്തെ വാദമാണ് പൊളിയുന്നത്. 3ാമത്തെ ഒരു വാദം ഉണ്ണി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ബിബിന് അച്ഛന് സുഖമില്ലാതെ പൈസ നൽകിയെന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പം എന്ത് കള്ളമാണ് ഈ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്? ഒരു മാനേജറെ മർദ്ദിക്കുന്നു, എന്നിട്ട് മർദ്ദിച്ചില്ല എന്ന് പറയുന്നു. ആ മർദ്ദിച്ചതിൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഒരു ചാനൽ ഒരു 5 സെക്കൻഡ് തെളിവില്ലാതെ ഒരു 5 സെക്കൻഡ് CCTV ദൃശ്യങ്ങൾ എടുത്തു, അത് ഉടനെ വലിക്കുന്നു. അങ്ങനെ എന്തൊക്കെ നാടകങ്ങളാണ് ഇവിടെ അരങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. ബി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം വ്യക്തമായത് ഇതൊന്നും നടന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായില്ല. എന്നാൽ ചർച്ച രമ്യമായി പരിഹരിച്ച് വിട്ടു എന്ന് പറയുന്നുണ്ട്. ചർച്ച ഒരു സിനിമാ സംഘടനകളാണ്, പ്രശ്നങ്ങൾ വേണ്ട എന്ന് പരിഹരിച്ച് വിട്ടു. വേണമെങ്കിൽ ഇവർക്ക് തുടർന്ന് ഒന്നിച്ച് പോകാമെന്നുള്ള കാര്യം അവിടെ പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും ഈ വാർത്താ സമ്മേളനം പൂർണ്ണ രൂപം നമുക്ക് ഇതിൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം മേപ്പടിയ എന്നൊരു സിനിമയുടെ ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ മേപ്പടിയ എന്ന സിനിമ വലിയ ഹിറ്റിലേക്ക് പോയും ഉണ്ണി മുകുന്ദനായിരുന്നു നായകൻ. അതിൽ വിഷ്ണു മോഹൻ എന്ന ഡയറക്ടറായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. പിന്നീട് ഇവരുമായുള്ള ഒരു പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അതിനുശേഷം വലിയ ഒരു അടുപ്പത്തിലൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം സത്യസന്ധമായിരുന്നു. ഇത് ഉണ്ണി മുകുന്ദൻ നിഷേധിച്ചാണ് ഈ ബിബിൻ പോയി ഈ വിഷ്ണു മോഹൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തി. അതും തെറ്റായ വാദമായിരുന്നു. അന്നത്തെ ഈ വിഷ്ണു മോഹൻ ഒരു സിനിമയുമായി മുന്നോട്ട് പോയി, അയാൻ പപ്പ എന്ന് പറഞ്ഞ സിനിമയുമായി മുന്നോട്ട് പോയിരുന്നു. അത് നേരത്തെ എനിക്കറിയാവുന്ന വാർത്തകൾ തന്നെയായിരുന്നു. അയാൻ പപ്പ എന്ന സിനിമയെ മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് ഉണ്ണി മുകുന്ദൻ ഒന്നുമില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ വിഷ്ണു മോഹന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വന്നു. വലിയൊരു സങ്കടമായ ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു പടം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ വലിയ ആളായി എന്നുള്ള ഉണ്ണി മുകുന്ദന് തോന്നലാണ് അദ്ദേഹം ഒഴിവായത്. അത് വലിയ വിഷ്ണുമോഹനെ നമുക്കറിയാം, ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയെന്ന് ഇന്ന് ഈ ചർച്ചയിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം കേൾക്കണമെന്ന് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്ന് പറയുന്നു എനിക്കൊരു പുല്ലുമില്ല എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്നാണ് എനിക്ക്. അങ്ങനെ എനിക്കൊരു പുല്ലുമില്ല എന്ന് പുച്ഛത്തോട് പറഞ്ഞപ്പോൾ അവിടെ വലിയ ഒച്ചപ്പാടിന് വേദിയായി. വലിയ ഒച്ചപ്പാട്. ഞങ്ങളൊക്കെ താഴെ നിൽക്കുകയാണ്. താഴെ ഒച്ചപ്പാടുകൾ കേൾക്കാവുന്നതിൽ വലിയ ഒച്ചപ്പാടായി. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ, സോഹൻ ഉൾപ്പെടെ ഉള്ള വലിയ ഒച്ചപ്പാടിനായി പിന്നീട് ഇവർ അത് ഇനി ചർച്ച വേണ്ട, നമുക്ക് മുന്നോട്ട് ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളതിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പിന്നീട് ഇവരെല്ലാം പറഞ്ഞ് ചർച്ച രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആ ഒച്ചപ്പാടിൽ നിന്ന് ഒഴിവായി. അതോടൊപ്പം തന്നെ ബിബിനെതിരെ ഇദ്ദേഹം വ്യാജ പരാതിയുമായി മുന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ബിബിൻ കുറേ തെളിവുകൾ അവിടെ നിരത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ പ്രധാനപ്പെട്ട ഫോൺ ചാറ്റുകൾ ഈ മാനേജറായി ഇരിക്കുന്ന സമയത്ത് ഉണ്ണി മുകുന്ദൻ പല ആളുകളെക്കുറിച്ചും വളരെ മോശമായിട്ട് പറഞ്ഞതിൻ്റെ ചാറ്റുകൾ ഉൾപ്പെടെ തെളിവായിട്ട് പേപ്പറിൽ പ്രിൻ്റ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വരുമ്പോൾ കണ്ടിരുന്നു. അദ്ദേഹം വലിയ പേപ്പറിൽ പ്രിൻ്റ് എടുത്ത പേപ്പറുമായിട്ട് വരുന്നു. ഈ തെളിവുകൾ അവിടെ നിരത്തി. അതോടൊപ്പം തന്നെ ഒരു താരത്തിനെതിരെ വളരെ മോശമായ നിലയിൽ
നമ്മൾ പറയാത്ത പദം ഉപയോഗിച്ച് ഒരു താരത്തിനെതിരെ ഒരു ഫോണിലൊരു മെസ്സേജ് അയച്ചതും അതും അവിടെ പ്ലേ ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതോടുകൂടിയാണ് ഈ സംഘടനയിലുള്ളവർ ഉണ്ണി മുകുന്ദൻ്റെ തനി സ്വഭാവം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വലിയ രീതിക്കുള്ള ഉണ്ണി മുകുന്ദൻ്റെ വാദങ്ങൾ പൊളിയുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ചർച്ച. ഈ ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ വാർത്താ സമ്മേളനം മാധ്യമങ്ങൾ ബൈറ്റ് ചോദിക്കുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ കൃത്യമായി പറയുന്നു ഈ വാദങ്ങളെല്ലാം പൊളിയാണ് എന്ന് തന്നെ പറയുന്ന ആ വാർത്താ സമ്മേളനത്തെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം. ചർച്ച വളരെ സന്തോഷകരമായ പര്യവസാനത്തിലാണ് എത്തിയിരിക്കുന്നത്. വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഉണ്ണിയുടെ കൂടെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ PR മാനേജറായിട്ട് ജോലി ചെയ്ത വിപിൻ ഉണ്ണിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം തുറന്ന് സംസാരിച്ചു. അതിൽ കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് വ്യക്തത വരുത്താൻ സാധിച്ചു. ഞങ്ങൾ രണ്ട് സംഘടനകളും തുറന്ന മനസ്സോടുകൂടി രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേട്ടു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിൻ്റെ തീക്ഷ്ണത ഇത്തിരി കൂടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനകത്ത് വിശേഷിച്ചും വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് പലപ്പോഴായി അവരുടെ പരാമർശങ്ങളിൽ നിന്നും മറ്റ് വാർത്തകളിൽ നിന്നും പല നടീനടന്മാരുടെയും പേരുകൾ പരാമർശിക്കപ്പെടുന്നു. അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനകത്ത് അത്തരത്തിൽ മറ്റൊരു നടനോ നടിയോ ഈ പ്രശ്നത്തിലെ കാരണവുമായിട്ടില്ല, അവർ ഇൻവോൾവ്ഡും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് വൈകാരികമായി സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടരും ഉപയോഗിച്ചൊരു സംഗതിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് അതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. രണ്ട്, ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ PR മാനേജറായിട്ട് ജോലി ചെയ്ത ആൾ തന്നെയാണ്. അതിനുള്ള രേഖകളെല്ലാം ഉണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ എൻ്റെ മാനേജറൊന്നും അല്ല എന്ന് പറയുമല്ലോ, അത്രയേ ഉള്ളൂ. അതിനത്രയേ ഗൗരവമുള്ളൂ. പിന്നെ ഈ വിപിൻ്റെ അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ണി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അത് വിപിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. കാരണം ഞങ്ങൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കെ ഉണ്ണിക്ക് വിഷമകരമായി ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്, വിപിനും വിഷമകരമായിട്ട് ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന മനസ്സോടെ ഞങ്ങൾ അവരെ സംസാരിക്കാൻ അനുവദിക്കുക. ഇത് ഈ തുറന്നുള്ള സംസാരം തന്നെ ഒരു പരിഹാരമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തുറന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എന്താ പറയേണ്ടത്, സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ പ്രതിനിധികളും FKയുടെ പ്രതിനിധികളൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അതിപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാവണമെങ്കിൽ കോഷ് ചെയ്ത് പോകണമെങ്കിൽ പോലും കോടതിയിൽ എത്തണം. അപ്പോൾ അതിനെ ഞങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുന്നു. ബാക്കിയുള്ളത് ഇരുഭാഗത്തുനിന്നും ഇനിയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയുമില്ല എന്നോ നടിമാരുടെ പരാതിയുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു പരാതി നിലവിലില്ല എന്നുള്ളതും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കേൾക്കണം. നിലവിൽ പരാതിയില്ല, നിലവിൽ പരാതിയില്ല എന്ന് പറയുന്നത് അല്ല. അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നുമില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് പ്രൊഫഷണൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, അല്ലാതെ മറ്റ് വിഷയങ്ങളിലെ പരാതി അല്ലാതെ. അത് മനസ്സിലായി. ഒരു പ്രൊഫഷണൽ കാര്യത്തിലത്തെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ചില ഫോറങ്ങളിൽ നമ്മൾ സമീപിക്കുമല്ലോ. അതെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം. അല്ല, അത് കേസ് പോലീസിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ സംസാരിക്കാം. അല്ല, അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നു, പറയേണ്ട കാര്യങ്ങളല്ലേ പറയാൻ പറ്റും. എന്ത് നടപടി?
ഇത് ഞങ്ങൾ വളരെ വളരെ ഇത് എന്താണെന്നറിയോ, ഞങ്ങൾ ഫെഫ്കയും അമ്മയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന 2 സംഘടനകളാണ്. അപ്പോൾ വളരെ അടുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണ് അല്ലേ. ഞങ്ങൾ ചെയ്യുന്ന സിനിമകളിൽ ഞങ്ങളുടെ കല പ്രകാശിപ്പിക്കുന്നത് ഇവരാണ്. അപ്പം ഞങ്ങൾക്ക് അത്രയും അടുത്ത ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടപടിയെടുക്കാനൊന്നും അല്ല വന്നത്. ഞങ്ങൾ വന്നത് എന്താ, ഒരു കരട് പോലും ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ അവശേഷിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. തീർച്ചയായിട്ടും ജയനും ബാബു ഇവിടെ ഉണ്ട്, എല്ലാവരും ഇതിനകത്ത് ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ചിരിക്കൂ, സംസാരിക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അല്ല, ഇതിനിടയിൽ ഒരു ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു. ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു. ഒരു കാര്യം ചേട്ടാ, ഈ ഡയറക്ടറാണ് പേരിൽ ഒരു പരാതിയില്ല. അല്ല, ബിബിൻ പോയി മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനത്തിൽ ഇവിടെ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരം ഒരു മാപ്പ് പറഞ്ഞിട്ടില്ല, ഈ ഡയറക്ടർ തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഡയറക്ടറെ വിളിച്ചു വരുത്തി എന്ത് റോളായിരുന്നു ഈ ചർച്ചയിൽ? അലി, ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ചെന്നിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയും. അതിനകത്ത് അലി ഇത്ര ചോദിച്ചാലും ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേട്ടോ. ഇല്ല, പരാതി അതെല്ലാം തീർന്നല്ലോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് തരും. ഞാൻ പറഞ്ഞത് പ്രൊഫഷണലായിട്ടുള്ള ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് പല ഫോറങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ നമ്മൾ. അത്തരത്തിൽ അത് ഈ പറയുന്ന പോലെ ഒരു നടി പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാനമുണ്ടല്ലോ. ആ മാനമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു സംഗതിയാണ്. അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനകത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങളത് വളരെ കൃത്യമായിട്ട് അവരോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ടാണ് പറയുന്നത്. ആരോഗ്യകരമായ ബന്ധം ഇൻഡസ്ട്രിയിൽ നടീനടന്മാർക്കിടയിലും സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരും തമ്മിലും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് ഉണ്ടാവണം, അത് നിലനിൽക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിന് കോട്ടം വരുന്ന ഒരു സംഗതിയും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ചെയ്യരുത്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ശരി. ഹലോ, ഉണ്ണി 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 മാറി 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 മാറി. ഓക്കെ, ഇതാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാർത്താ സമ്മേളനം. ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഉണ്ണി മുകുന്ദനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അത് കോടതിയിലാണ് തെളിയിക്കേണ്ടത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചോദ്യങ്ങൾക്ക് പ്രസക്തമില്ല എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കാരണം അത് കോടതിയിലാണ് നിൽക്കുന്നത്, അത് കോടതിയിലെ കേസാണ്. അതല്ല ഇവിടെ ചർച്ച ചെയ്തത്. സംഘടനയ്ക്കുള്ളിലുള്ള വിഷയം മാത്രം ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയിരിക്കുന്ന, പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയുമായി എനിക്ക് തോന്നുന്ന ഈ വിപിൻ മുന്നോട്ട് തന്നെ പോകും. അത് കോടതിയിലാണ് പരിഹരിക്കേണ്ടത്. അതും തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൽ കുറ്റം ചെയ്ത ആരാണെങ്കിലും അതും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. എനിക്ക് ആരുടെയും വക്കാലത്ത് പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരുടെയും വക്കാലത്ത് പിടിച്ചിട്ടുമില്ല. ഉണ്ണി മുകുന്ദൻ്റെയും വിപിൻ്റെയും വക്കാലത്ത് പിടിച്ചില്ല. എൻ്റെ വാർത്ത ഞാൻ അന്വേഷിച്ച് എവിടം വരെ എത്താമോ അവിടം വരെ എത്തിയിട്ട് കണ്ടുപിടിച്ചായിരുന്നു അന്ന് ഉണ്ണി മുകുന്ദനെതിരെ CCTV ദൃശ്യങ്ങളും അതിൽ ദൃശ്യങ്ങളില്ല എന്ന് പറഞ്ഞൊരു ചാനൽ വാർത്ത കൊടുക്കുകയും പിന്നീട് അവർ ഡിലേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ച് ഞാൻ ബൈറ്റെടുത്തപ്പോൾ അത് ആ പോലീസ് ഓഫീസറാണ് എനിക്ക് സംശയമുണ്ടെന്ന് വരെ പറഞ്ഞ് എനിക്കെതിരെ കേസ് വരെ കൊടുക്കണമെന്ന് ആളുകൾ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറയുന്നു, അന്നെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബൈറ്റ് തന്നെയായിരുന്നു. ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ വാദങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം.